ഇപിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അങ്ങനെ ഇപി ജയരാജനുമായി ഒരു കരാറും ഇല്ല എന്ന് DC ബുക്സ് വ്യക്തമാക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുറത്തു വരുന്നത്. കരാർ രേഖകൾ ഹാജരാക്കാൻ ഉടമയായ രവി DCക്ക് കഴിഞ്ഞില്ല. കരാറില്ലാതെ എങ്ങനെ ആത്മകഥ എന്ന നിലയിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ കഴിയുമെന്നതിൽ ഇനി കൂടുതൽ അന്വേഷണത്തിലുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ഷിനോജ് ST വിവരങ്ങളുമായിട്ട്. നേരത്തെ ഷിനോജ് രവി DCയുടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാര്യങ്ങൾ പറയാതെ നിർവാഹവുമില്ലല്ലോ. അപ്പോൾ ഒരു കരാറില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തിയുടെ ആത്മകഥ എന്ന നിലയിൽ ആ കാര്യങ്ങൾ വരാൻ പോകുന്നു, പുസ്തകം വരാൻ പോകുന്നു എന്ന നിലയിൽ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയും? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കരാറില്ല എന്ന് DC ബുക്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. DC ബുക്സിന്റെ ഉടമ രവി DCയാണ് സംബന്ധിച്ച മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു കരാർ ഇപി ജയരാജനുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിട്ടില്ല, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, നടന്നത് കേവലം ആശയവിനിമയം മാത്രമാണ്. ഇതെങ്ങനെ പുറത്തു പോയെന്ന് തനിക്ക് അറിയില്ല എന്ന് രവി DC മൊഴി നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് പുറത്തുപോയത്? ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഒരു പുസ്തകം വരാൻ പോകുന്നു എന്ന വിവരം അതെങ്ങനെ പുറത്തുപോയെന്ന് അറിയില്ലെന്നാണോ? തീർച്ചയായും ഇത്തരത്തിലൊരു പുസ്തകം എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു, അതായത് രാത്രിയാണ് ഇത്തരത്തിലൊരു പരസ്യം പുറത്തു വരുന്നത്, അത് എങ്ങനെ വന്നതെന്ന് സംബന്ധിച്ച് തനിക്കറിയില്ല. മാത്രമല്ല ഇതിന്റെ PDF 178 പേജുള്ള PDF അതെങ്ങനെ പുറത്തു പോയെന്നും തനിക്കറിയില്ല. കൂടുതൽ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് രവി DC നൽകിയിരിക്കുന്ന മൊഴിയിലുമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവയ്ക്കുന്നത്. കരാർ ഇല്ല എന്ന് DC തന്നെ വ്യക്തമാക്കുന്നു. നേരത്തെ ജീവനക്കാരെ സംബന്ധിച്ച് സമാനമായ മൊഴി തന്നെയാണ് നൽകിയത്. ഇപി ജയരാജൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മൊഴി കരാർ ഇല്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഉടമയായിട്ടുള്ള രവി DC പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പുറത്തു പോയി? ഇത്തരത്തിൽ ഒരു അതിന്റെ അവസാന പ്രസാധകത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന ഒരു പുസ്തകം എങ്ങനെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തേക്ക് പോയി? അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ കരാറില്ല എന്ന് ഇപി ജയരാജൻ ആദ്യ ഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് തന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനുള്ള നീക്കങ്ങളുടെ ഭാഗമെന്നാണ്. അപ്പോൾ അങ്ങനെ കരാറില്ല എന്ന് DCയും പറയുമ്പോൾ ഇപി ജയരാജനെ പോലുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാനോ മങ്ങലേൽപ്പിക്കാനുള്ള ഒരു ശ്രമം അത് ഏത് രീതിയിൽ നടന്നു, അതിനുള്ള ഉത്തരങ്ങൾ കൂടി. ഇതെങ്ങനെ ഈ വിവരം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിർമ്മിതിയിലെ സാങ്കേതികത്വം കാരണം ഞങ്ങൾക്കത് പരിഹരിക്കാനുള്ള സമയം വേണം, അതുകൊണ്ട് പ്രസിദ്ധീകരണം നീട്ടിവെക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും അവർക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കട്ടെ. തീർച്ചയായും ദിവിഷ, അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തു വരണം. കാരണം ഇത് സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് നിലവിൽ പോലീസ് നടത്തിയിരിക്കുന്നത്. ഈ മൊഴികളൊക്കെ വെച്ചുകൊണ്ടുള്ള കേവലം അന്വേഷണം മാത്രമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. അതായത് ജീവനക്കാരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തുന്നു, തുടർന്ന് ഇപി ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, അതിന് പിന്നാലെ ഇപ്പോൾ ഉടമയായിട്ടുള്ള രവി DCയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. എന്തായാലും രവി DCയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. രവി DC പറയുന്നു ഇത്തരത്തിലൊരു കരാറ് ഇപി ജയരാജനുമായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കേവലം ആശയവിനിമയം മാത്രമാണ് ഇപിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്, കരാറിലേക്കൊന്നും തന്നെ എത്തിയിട്ടില്ല. മാത്രമല്ല ഈ വിവരം എങ്ങനെ പുറത്തു പോയി എന്ന് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കണം. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് താനല്ല ഇത്തരത്തിൽ പുറത്തേക്ക് വിട്ടത്, അതിൽ കൂടുതൽ അന്വേഷണം നടക്കണമെന്ന് തന്നെ രവി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഉയർന്ന ചോദ്യം, ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിൽ ഇപി ജയരാജനെ മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി വേണോ ഇത്തരത്തിൽ ഈ ഒരു പുസ്തകം അതിന്റെ PDFകൾ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്? അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് 13-ാം തീയതി ചേലക്കരയിലെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്നത്. ആ ദിവസം വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി സർക്കാർ ദുർബലമാണ്, രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും ദുർബലമാണ്, അതിലെ മന്ത്രിമാർക്ക് പോലും കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുള്ള P. സരിൻ വളരെ മോശം സ്ഥാനാർത്ഥിയാണ്, തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അത്തരത്തിലൊരു പുസ്തകം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെ പുറത്തു വന്നു എന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത് പുറത്തു വന്നത് ഈ വഴികൾ എങ്ങനെയാണെന്ന് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ട്, അതായത് DYSP KG അനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് തന്നെ കോട്ടയം പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. ഇന്ന് രാത്രിയോ നാളെ രാവിലെ ഈ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കും. DGP ആകും ഇത് സംബന്ധിച്ച് FIR ഇടണമെന്ന് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇതിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്ന ഇപിയുടെ വാദം തെളിയുകയാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി ഇത് കേസെടുക്കാൻ തന്നെയാണ് സാധ്യത. ദിവേഷ്, ശരിയാണ്. ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഇപി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഇപി ജയരാജനുമായി അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നില്ല എന്ന് DC ബുക്സ് അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന വിവരമാണ്. ഈ വിവാദം ഉണ്ടായത് അന്ന് മുതൽ തന്നെ ഇപി ജയരാജൻ പറയുന്നത് അങ്ങനെ ഒരു കരാറും ഉണ്ടായിട്ടില്ല. താൻ എഴുതുന്നുണ്ടോ, പക്ഷെ അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വന്നില്ല. എങ്ങനെ ഇത് പുറത്തു വന്നു എന്നറിയില്ല. തന്നെ മനഃപൂർവ്വം തന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് എന്ന് ഇപി ജയരാജൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതേ കാര്യം തന്നെ അങ്ങനെ ഒരു കരാറില്ല എന്ന് DC ബുക്സിനും
അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ബിനിൽ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ഇത് കുറച്ചുകൂടി സങ്കീർണമാക്കുകയാണ്. DC ബുക്സിനെ പോലെ വളരെ പ്രമുഖരായ ഒരു പബ്ലിഷിംഗ് ഗ്രൂപ്പ് പറയുന്നു ഇങ്ങനെ ഒരു കരാറില്ല. ആ കരാറില്ലെങ്കിൽ പിന്നെ കട്ടൻ ചായയും പരിപ്പോടയും എന്ന പേരിൽ ഒരു ആത്മകഥ വരാൻ പോകുന്നു എന്ന പേരിൽ അവരെങ്ങനെ പരസ്യം കൊടുത്തു? അത് സരിനടക്കം അന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പോളിംഗ് ദിനമാണ്. വളരെ ചേലക്കരയും വയനാടും ബൂത്തിലേക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ പാലക്കാട് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നു. അപ്പോഴാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരെ അതിലുള്ള രീതിയിലുള്ള PDF ഫോർമാറ്റ് പ്രചരിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇതിൽ ആരുടെ പങ്ക് എന്ന് കൃത്യമായി അന്വേഷിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ അത് ഇരുകൂട്ടർക്കും ഈ സത്യം തെളിയേണ്ട ഉത്തരവാദിത്വമില്ലേ? ദിവിഷ്, തീർച്ചയായിട്ടും ആ വിഷയം കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം ഈ ആത്മകഥ പുറത്തേക്ക് വരുന്നു. അതിന്റെ 178 പേജുള്ള പൂർണ്ണ രൂപമാണ് പുറത്തേക്ക് വരുന്നത്. സർക്കാരിനെയും CPM-നെയും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വളരെ ഗുരുതരമായ പരാമർശങ്ങൾ EP ജയരാജന്റേതായി ആ ആത്മകഥയുടെ പേരിൽ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് EP ജയരാജന് വാദിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും EP ജയരാജൻ പറഞ്ഞത് താനും DC ബുക്സും തമ്മിൽ ഒരു കരാറില്ല എന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിലും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാകുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പുസ്തക പ്രസാധകരായ DC ബുക്സ് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു കരാറുമില്ലാതെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് DC ബുക്സിന് ഒരു പരസ്യം നൽകാൻ കഴിയുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. 2, അതിലെ 178 പേജുകൾ അതേപടി പുറത്തേക്ക് വരുന്നു. അത്